നമസ്കാരം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ അധ്യായമായ അഥവാ 8ാമത്തെ അധ്യായമായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിക്ടേഴ്സ് ചാനൽ സ്റ്റുഡിയോയിൽ. ഇവിടെ നിന്നുള്ള ശബ്ദവും ചിത്രങ്ങളുമെല്ലാം വളരെ വ്യക്തമായി വിദൂരതയിൽ നിന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിൻ്റെ ഒരു സാമാന്യമായ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവിടെയുള്ള വീഡിയോ ക്യാമറയും മൈക്രോഫോണും ഈ ചിത്രത്തെയും ശബ്ദത്തെയും എല്ലാം പിടിച്ചെടുത്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റിയിട്ട് പിന്നീട് അതിൽ ചെറിയ ആംപ്ലിഫിക്കേഷൻ എല്ലാം നടത്തി മോഡുലേഷൻ എല്ലാം വരുത്തി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആക്കി സാറ്റലൈറ്റിലേക്ക് അപ്ലിങ്കിങ് ചെയ്യുന്നു. പിന്നീട് നിങ്ങളുടെ ടി വിയുടെ സർവീസ് പ്രൊവൈഡർ അഥവാ ടി വിയുടെ സെറ്റ് ടോപ്പ് ബോക്സും ഡിഷ് ആൻറ്റിനയും അടങ്ങുന്ന യൂണിറ്റ് ഈ സിഗ്നലിനെ ഡൗൺലിങ്കിങ് ചെയ്ത് നേരെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ടി വിയിൽ കാണാനും കേൾക്കാനും പറ്റുന്ന രൂപത്തിലാക്കി മാറ്റുന്നു. ഇതാണ് സാമാന്യമായി പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഈ ഒരു സിഗ്നൽ ക്യാരി ചെയ്യുന്ന ഒരു പ്രധാന മാധ്യമമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. കൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിരിക്കുന്ന മുറിയിൽ എന്തെല്ലാം തരത്തിലുള്ള വേവ്സുകൾ വരുന്നുണ്ട്? തീർച്ചയായിട്ടും വിസിബിൾ ലൈറ്റ് അവിടെയുണ്ട്, അതായത് ലൈറ്റ് വേവ്സ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ടി വിയിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ മുറിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റ് വേവ്സ് വരുന്നുണ്ട്. പിന്നെ ടി വി നിയന്ത്രിക്കുന്ന റിമോട്ടിനകത്ത് ഇൻഫ്രാറെഡ് വേവ്സ് വരുന്നുണ്ട്. ചില റിമോട്ടുകൾ വർക്ക് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ഫ്രീക്വൻസിയിലാണ്, അതായത് ബ്ലൂടൂത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ മൊബൈലും ടവറുകളും തമ്മിൽ നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റേഞ്ച് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായിട്ട് നിങ്ങൾ നിരന്തരം സമ്പർക്കത്തിലാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് നോട്ടീസ് ചെയ്യാറില്ല. അത്തരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റിയും അതെങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും അതിന് മാത്രമുള്ള ചില സവിശേഷ സ്വഭാവങ്ങൾ എന്താണെന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വേവ്സ്? എങ്ങനെയാണ് ഒരു മാധ്യമത്തിലൂടെ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഈ വേവ്സിനെ എങ്ങനെയാണ് നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക? തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ 1ാം വർഷ ഫിസിക്സിൻ്റെ അവസാന ചാപ്റ്ററുകളിൽ, അതായത് ഓസിലേഷൻ, വേവ്സ് എന്നീ 2 ചാപ്റ്ററുകളിലായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പക്ഷേ ഒരു മാധ്യമത്തിൻ്റെ സഹായത്തോടെ മാത്രം പ്രസരിക്കുന്ന മെക്കാനിക്കൽ വേവ്സിനെ പറ്റിയായിരുന്നു നിങ്ങൾ അവിടെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ യാതൊരു മാധ്യമത്തിൻ്റെയും ആവശ്യമില്ലാതെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം വേവ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. സൂര്യനിൽ നിന്നും കിലോമീറ്ററുകളോളം ശൂന്യതയിലൂടെ ലൈറ്റ് വേവ്സ് ഭൂമിയിലെത്തുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് രൂപത്തിലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി നമുക്ക് ചില പ്രധാന ആശയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കൂ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രം എന്താണ്? അതിൽ ഒരു DC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു ബൾബുണ്ട്, ഒരു കീ ഉണ്ട്. ഇനി നോക്കൂ, ഞാനിവിടെ കീ ഓൺ ചെയ്യാൻ പോവാണ്. എന്താ കാണുന്നത്? കീ ഓൺ ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് അവിടെ കണ്ടേക്കാം. പക്ഷേ റൈറ്റ് നൗ ഇപ്പോൾ കീ ഓണിലാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ കീ ഓണിലാണ് ഉള്ളത്, സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, പക്ഷേ ബൾബ് പ്രകാശിക്കുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഒഴുകുന്നില്ല. ഇതൊരു ആനിമേഷനാണ്. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമുള്ള ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റാണ് നിങ്ങൾ അവിടെ കണ്ടത്. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത് കാണണമെന്ന് പോലുമില്ല. കാരണം കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയമല്ലേ എടുക്കുന്നുള്ളൂ. ഇനി എന്താണ് ഇപ്പം നിലവിൽ സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഒഴുകാത്തത്? കാരണം വളരെ വ്യക്തമാണ്. നിങ്ങൾക്കറിയാം, അവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. എന്താണ് കപ്പാസിറ്റർ? നിങ്ങൾ പഠിച്ചതല്ലേ, 2 മെറ്റാലിക് പ്ലേറ്റ്സ്. ആ 2 മെറ്റാലിക് പ്ലേറ്റ്സിനിടയിൽ ഒരു ഡയലക്ട്രിക് മീഡിയമാണുള്ളത്, അഥവാ വാക്വം ആണുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഡയലക്ട്രിക് മീഡിയം വാക്വം ആയതുകൊണ്ട് തന്നെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് അതിനുള്ളിലൂടെ നടക്കുന്നില്ല. എന്ന് വെച്ചാൽ അതിനകത്തൊരു കണ്ടക്റ്റിംഗ് മീഡിയം ഇല്ല എന്നർത്ഥം. അങ്ങനെ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് കറണ്ട് ഒഴുകുന്നില്ല.
സിമ്പിൾ എക്സ്പ്ലനേഷൻ. ശരി, അപ്പോൾ ഒരു ചെറിയൊരു സംശയം വരാം. നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്ത ആ ഒരു സ്പോട്ടിൽ ഒരു ചെറിയൊരു ലൈറ്റ് കണ്ടല്ലോ, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? എന്തായാലും ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. ഇവിടെ ഈ DC വോൾട്ടേജ് സോഴ്സിന് പകരം AC വോൾട്ടേജ് സോഴ്സ് ആക്കിയാലോ? നോക്കൂ, ഇവിടെ ഒരു AC വോൾട്ടേജ് സോഴ്സാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും സ്ഥിതി? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ബൾബ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു AC വോൾട്ടേജ് സോഴ്സ് കൊടുത്ത സമയത്ത് ബൾബ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് സർക്യൂട്ടിനകത്തൂടെ ഒരു ടൈം വേരിയിങ് കറണ്ടാണ് ഒഴുകുന്നത്. ഇപ്പോഴും പഴയ കപ്പാസിറ്റർ തന്നെയല്ലേ അവിടെ ഉള്ളത്? അതെ, ആ കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിൽ ഡയലക്ട്രിക് മീഡിയമാണുള്ളത്, അഥവാ വാക്വമാണുള്ളത്. അതിനകത്തൂടെ ചാർജ് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഒന്നും തന്നെ നടക്കുന്നില്ല. എന്നിട്ടും സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഒഴുകുന്നു. മാത്രമല്ല, നിങ്ങൾ തൊട്ട് മുൻപത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ ഒരു AC സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അവിടെ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട് എന്ന്. അതാവട്ടെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ അളവ് കുറയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കറണ്ട് തടസ്സപ്പെടുത്തുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് സർക്യൂട്ടിനകത്തോട്ട് ഒരു കറണ്ട് ഒഴുകുന്നു എന്നുള്ളൊരു ഫാക്റ്റാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഓക്കെ, ഒരു കാര്യം കൂടി. ഇതാ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കൂ. നമ്മൾ നേരത്തെ കണ്ട അതേ കപ്പാസിറ്ററാണ് ഇതിനകത്തുള്ളത്. ഈ കപ്പാസിറ്ററിന് പുറത്തുള്ള ഒരു പോയിൻ്റാണ് P എന്നൊരു പോയിൻ്റ്, കാണുന്നില്ലേ? അതായത് ഈ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തൊരു കണ്ടക്റ്റിംഗ് വയർ അവിടെ കാണാം. ആ കണ്ടക്റ്റിംഗ് വയറിൽ നിന്നും ഒരു R എന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ പോയിൻ്റ് ഉള്ളത്. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ സാധിക്കുമോ? സാധിക്കും. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ഒരു പർട്ടിക്കുലർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബിയർ സർക്യൂട്ട് ലോ ഉപയോഗിക്കാം. ഉപയോഗിച്ച് നോക്കാം. ശരി, ആംബിയർ സർക്യൂട്ട് ലോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് P ഉൾക്കൊള്ളുന്ന ഒരു ആംബീരിയൻ ലൂപ്പ് നമുക്കിവിടെ ഇമാജിൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, കാരണം നിങ്ങൾ ആ ചാപ്റ്ററിൽ ഡിറൈവ് ചെയ്തതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഈ ആംബീരിയൻ ലൂപ്പ് ഇവിടെ സർക്കുലർ ഷേപ്പിലായിരിക്കണം വേണ്ടത്. മാത്രമല്ല, ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കണം നമ്മുടെ വയർ കടന്നു പോവേണ്ടത്. ഏതൊരു ലൂപ്പും ഒരു ഓപ്പൺ സർഫസിൻ്റെ ബൗണ്ടറി ആയിരിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ആംബീരിയൻ ലൂപ്പ് ഒരു ഡിസ്കിൻ്റെ ബൗണ്ടറി ആയിട്ട് കണക്കാക്കാം, ഒരു പ്ലെയിൻ ഡിസ്കിൻ്റെ ബൗണ്ടറി ആയിട്ട് കണക്കാക്കാം. ശരി, ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യാം. ആംബിയർ സർക്യൂട്ട് ലോ എന്തായിരുന്നു? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B.dl = μ0I/t. അപ്പോൾ ഇവിടെ ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ മുകളിലുള്ള ഓരോ പോയിന്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വയറിൽ നിന്നും ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ സർഫസിലുള്ള ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. കാരണം വയർ അതിൻ്റെ ആക്സിസിലൂടെയാണ് പോകുന്നത്, ഡിസ്കിൻ്റെ ആക്സിസിലൂടെയാണ് വയർ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് B കോൺസ്റ്റൻ്റ് ആണ്. അതുമാത്രമല്ല DLും Bയും ഒരേ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ നോക്കുമ്പം നമുക്കിതിനെ B × ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DL = μ0I/t എന്ന് എഴുതാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DL = 2πr ആണ്. സോ B × 2πr = μ0I/t. സോ B = μ0I/t/2πr. ശരി, നിങ്ങൾ എടുത്തിരിക്കുന്ന ആംബീരിയൻ ലൂപ്പ് ഒരു ഡിസ്കിൻ്റെ ബൗണ്ടറി ആവുന്ന രൂപത്തിലായിരുന്നല്ലോ എടുത്തത്. ഇനി ഈ ഒരു ഡിസ്ക് രൂപത്തിലുള്ളതിന് പകരം ഒരു പോട്ട് രൂപത്തിൽ, ഒരു പാത്രം പോലെ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു സർഫസാണ് എടുക്കുന്നതെങ്കിലോ? അതായത് നിങ്ങൾ നേരത്തെ കണ്ട ആ സർക്കുലർ ലൂപ്പ് ഇപ്പോൾ ഈ പോട്ട് രൂപത്തിലുള്ള സർഫസിൻ്റെ ബൗണ്ടറി ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഈ ഒരു കേസിലും നമുക്ക് ആംബിയർ സർക്യൂട്ടെല്ലാം അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കൂ, ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ സർഫസ് പാസ് ചെയ്യുന്നത് കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇടയിലൂടെയാണ്. ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടല്ലോ ഉപയോഗിച്ച് നോക്കുമ്പം ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B.dl = μ0I/t, ദാറ്റ് ഇസ് ആംബിയർ സർക്യൂട്ടല്ലോ. ഈ I എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ കറൻറ്റ് എൻക്ലോസ്ഡ് ബൈ ദിസ് സർഫസ് ആണ്. അപ്പോൾ ഈ ഒരു സർഫസ് എൻക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കറണ്ട് എത്രയാണ് ഇവിടെ? 0 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഗോസ് ടു 0. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് 0 എന്നാണ്. ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് 0 ആണോ? അങ്ങനെയല്ലല്ലോ. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കോമ്പസ് നീഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ
കാണിക്കാൻ സാധിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ അത് വേറൊരു രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് 0 ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ആംബിയർ സർക്യൂട്ടൽ ലോൻ്റെ ഒരു ഫെയിലിയർ അല്ലേ? അഥവാ നമ്മളുടെ ആംബിയർ സർക്യൂട്ടൽ ലോ ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്ന് ഈ ഒരു ഉദാഹരണത്തെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ചു പോകും. അപ്പോൾ ഇതിനൊരു വിശദീകരണം ആവശ്യമുണ്ട്. ഇത് കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നത് മാക്സ്വെൽ എന്നൊരു സയൻറ്റിസ്റ്റാണ്. അതായത് 1861-62 കാലഘട്ടത്തിലാണ് ഈ ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി, ഈ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഇൻകൺസിസ്റ്റൻസി മാക്സ്വെൽ കൃത്യമായിട്ട് പരിഹരിച്ച് തന്നിരിക്കുന്നു. അതെങ്ങനെയാണ് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഒരു കപ്പാസിറ്റർ പ്ലേറ്റിനിടയിൽ എന്താണുള്ളത്? ഡെഫിനറ്റ്ലി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം. ചാർജ് ചെയ്യപ്പെട്ട കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ഡി സി സർക്യൂട്ടിനകത്തും എ സി സർക്യൂട്ടിനകത്തും ഉപയോഗിച്ച കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ എന്താണ് വ്യത്യാസം? ഡി സി സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്ത കപ്പാസിറ്ററിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡായിരുന്നു. എന്നാൽ എ സി വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്ത സർക്യൂട്ടിനകത്തുള്ള കപ്പാസിറ്ററിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ഡി സി സോഴ്സിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ സ്പോട്ടിൽ മാത്രമാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് മാക്സിമം ചാർജിൽ നിലനിൽക്കുന്നത്. അതേസമയം എ സി സോഴ്സാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, വീണ്ടും ചാർജ് കുറയുന്നു, ദെൻ നെഗറ്റീവ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ചാർജിങ് ഡിസ്ചാർജിങ് പ്രോസസ്സ് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അതിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് മാറുന്നതാണ് അതിനുള്ളിലൂടെ ഒരു കറണ്ട് ഫ്ലോന് കാരണമെന്ന് മാക്സ്വെല്ലിന് മനസ്സിലായി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേറ്റ് എങ്ങനെയാണ് കറണ്ട് ഫ്ലോയിൻ്റെ റേറ്റുമായിട്ട് ഈക്വേറ്റ് ചെയ്യാൻ സാധിക്കുക? ഡയമെൻഷനലി ശരിയല്ല. അതുകൊണ്ട് അത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഒന്ന് ഡീൽ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. എന്താണ് സിഗ്മ? സിഗ്മ ഇസ് ദി ചാർജ് ഡെൻസിറ്റി ഓൺ ഈച്ച് പ്ലേറ്റ് ഓഫ് ദി കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ സിഗ്മയ്ക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? പറ്റും, അറിയാം. അതായത് ഓരോ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ മുകളിലുള്ള ചാർജ് ക്യൂ ആണ്. കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഏരിയ എ ആണെങ്കിൽ സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ദി മോഡുലസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ക്യൂ ബൈ എ എന്ന് വരും. ശരി. നൗ വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് പ്ലേറ്റ് ഓഫ് ദി കപ്പാസിറ്റർ? മോഡുലസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇവിടെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതൊരു പ്ലെയിൻ ഷീറ്റാണ്. അതിന് മുകളിൽ നോർമലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഏരിയ യൂണിഫോം ആണ്, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. സോ ഇ ഇൻറ്റു എ എന്ന് എഴുതിയാലും മതി. ഇനി മോഡുലസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് ക്യൂ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എ കൊടുക്കാം. ഏരിയ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വന്നിരിക്കുന്ന ക്യൂ ബൈ എപ്സിലോൺ 0. ആൻഡ് ദിസ് ഇസ് ദി ഇലക്ട്രിക് ഫ്ലക്സ്. So what is the charge associated with each plate? By using this expression, Q is equal to epsilon 0 into phi e. Right? ഇനി ഈ ചാർജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ, ഈ ചാർജ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നില്ലേ? കാരണം അതിനകത്തോട് വേരിയിങ് കറണ്ടാണ്, വേരിയിങ് വോൾട്ടേജ് സോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചാർജ് മാറിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ, അതായത് ഇവിടെ ഡി ക്യൂ ബൈ ഡി ടി കാണാം. ഡി ക്യൂ ബൈ ഡി ടി is equal to what? d by dt of epsilon 0 into phi e. Here it is epsilon 0 into d phi e by dt. ഈ dq by dt is the dimension of current. അതുകൊണ്ട് ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിലൂടെ ഒഴുകുന്ന കറണ്ട് എപ്സിലോൺ 0 d phi e by dt എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കറണ്ട് ഉണ്ടാവുന്നത്? ഈ കറണ്ടിന് കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പഴയ പേരാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് ഈ ഒരു കറണ്ടിന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നൊരു പേരാണ് നമ്മളുടെ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഐ ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 d phi e by dt. So what is the total current flowing through this circuit? The current I is equal to IC plus ID. IC is what? IC is the conduction current.
ഐ ഡി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതായത് കപ്പാസിറ്റർ പ്ലേറ്റ്സിനുള്ളിലൂടെ കണ്ടക്ഷൻ കറണ്ട് ഇല്ല, പകരം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ കപ്പാസിറ്ററിൻ്റെ ഔട്ട്സൈഡ്, കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇല്ല, പകരം കണ്ടക്ഷൻ കറണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാക്സ്വെൽ ആംബിയർ സർക്യൂട്ട് ലോ മോഡിഫൈ ചെയ്തു. അതായത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ സി ഈക്വൽ ടു മ്യൂ സീറോ ഐ സി പ്ലസ് ഐ ഡി എന്നാക്കി മാറ്റി. ഇതേപോലെ ഐ സി ഇസ് ദി കണ്ടക്ഷൻ കറണ്ട്, ഐ ഡി ഇസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. സോ അഗെയിൻ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ സി ഈക്വൽ ടു മ്യൂ സീറോ ഐ സി പ്ലസ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡി ഫൈ ഇ ബൈ ഡി ടി. ഈ ഇക്വേഷൻ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആംബിയർസ് ലോ മാക്സ്വെൽ കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ട് ലോ അഥവാ ആംബിയർ മാക്സ്വെൽ ലോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഏത് തരം ആംബിയർസ് ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും, അതിൻ്റെ ഓപ്പൺ സർഫസ് ഏത് രീതിയിൽ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ആംബിയർസ് ലോയുടെ ഇൻകൺസിസ്റ്റൻസി ഇതോടെ സോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബൈ യൂസിങ് ദിസ് ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇസ് ദി കറണ്ട് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ റീജിയൻ ഇൻ വിച്ച് ദി ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് സാധാരണ കറണ്ട് പോലെയാണോ? അല്ല. സാധാരണ കറണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നാണ്. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു ചാർജിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഇല്ല. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ആസ് എപ്സിലോൺ സീറോ ടൈംസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ടൈംസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. But this displacement current is a current only in the sense that it produces magnetic field. That is, a conduction current can produce magnetic field. A displacement current can also produce a magnetic field. നിങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മുടെ ഡയഗ്രത്തിൽ പി എന്നൊരു പോയിന്റ് ഉണ്ട്. എന്നാൽ നമ്മുടെ ഈ അതേ ഡിസ്റ്റൻസിൽ, കണ്ടക്ടറിൽ നിന്നും അതേ ഡിസ്റ്റൻസിൽ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ, അതായത് സമാന്തരമായിട്ട് അനദർ പോയിന്റ് എം എന്നൊരു പോയിന്റ് കാണുന്നില്ലേ? ഈ എം എന്ന പോയിന്റിലും പി എന്ന പോയിന്റിലും ഒരേ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. എം എന്ന പോയിന്റ് കപ്പാസിറ്ററിനുള്ളിലാണ്. അപ്പോൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന് കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. എന്നാൽ പിയിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് കാരണം കണ്ടക്ഷൻ കറണ്ടാണ്. സോ ബോത്ത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആൻഡ് കണ്ടക്ഷൻ കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന ആശയത്തിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. സ്പേസിൽ എവിടെയെങ്കിലും ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ, അഥവാ ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫാരഡേസ് ലോൻ്റെ അകത്തുനിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഫാരഡേസ് ലോ? whenever the magnetic flux associated with a conductor changes, an EMF is induced in it. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താലും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാം. ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ അവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നേരത്തെ തന്നെ മൈക്കൽ ഫാരഡെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആംബിയർ മാക്സ്വെൽ ഇക്വേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി, സ്പേസിൽ എവിടെയെങ്കിലും ഇലക്ട്രിക് ഫീൽഡിൽ വേരിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും എന്നുള്ളത്. അതായത് ഫാരഡെ പറഞ്ഞു ഒരു സ്ഥലത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമെന്ന്. മാക്സ്വെൽ പറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലത്തുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ഫിസിക്സിൻ്റെ ലോസ് ഒക്കെ ആൾമോസ്റ്റ് സിമെട്രിക്കൽ ആണ് എന്നത് ഈ ഒരു കാര്യത്തിലും കൂടി വെരിഫൈ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു സിമെട്രിക് നാച്ചറാണ് മാക്സ്വെല്ലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എക്സിസ്റ്റൻസ് മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രചോദനമായത്. നമ്മൾ 2ാം വർഷ ക്ലാസ്സുകളുടെ തുടക്കത്തിൽ മനസ്സിലാക്കിയൊരു ലോ ആയിരുന്നു ഗോസസ് ലോ. ആ ഗോസസ് ലോ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇവിടെ ഡി എക്ക് പകരം ഡി എസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത് എലിമെൻ്ററി ഏരിയ അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ഗോസസ് തിയറം മാഗ്നറ്റിസത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലോ? അതും നിങ്ങൾ പഠിച്ചതാണ്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം
that is closed surface integral B dot dA is equal to 0. This is Gauss's law in magnetism. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നിങ്ങൾക്കറിയാം. മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഈ ഒരു ലോയുടെ സിഗ്നിഫിക്കൻസ് എന്നെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ശരി, ഇനി ഫാരഡേസ് ലോ എന്തായിരുന്നു പഠിച്ചത്? ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMF is equal to the rate of change of magnetic flux associated with it. Induced EMF is equal to minus d phi b by dt. ആ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പം EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് നിങ്ങൾ പഠിച്ചതാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാരഡേസ് ലോ ഇങ്ങനെ എഴുതാം. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ E ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ബൈ ഡി ടി. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മൈനസ് ഡി ഫൈ ബി എന്നാണ് ഉപയോഗിക്കുന്നത്. ഡി ഫൈ ബി കാരണം മാഗ്നറ്റിക് ഫ്ലക്സും ഉണ്ട് ഇലക്ട്രിക് ഫ്ലക്സും ഉണ്ട്, അത് തമ്മിൽ കൺഫ്യൂഷനായി പോകരുത്, അതിനു വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ അതെന്തായിരുന്നു? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ സി പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. അപ്പോൾ നമുക്കിവിടെ 4 ഇക്വേഷൻസ് കിട്ടി അല്ലേ? ഈ 4 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എക്സിസ്റ്റൻസ് മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 4 ഇക്വേഷൻസിനെ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ മാക്സ്വെൽസിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഇക്വേഷനിലാണ് കിടക്കുന്നത്, ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ. ബാക്കി 3ഉം നിങ്ങൾ ആൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഇക്വേഷൻസ് എല്ലാം തന്നെയാണ് മാക്സ്വെല്ലിനെ വേവ് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് ഈ 4 ഇക്വേഷൻസിനും കൂടി ചേർത്ത് ഒരൊറ്റ സെറ്റാക്കിയിട്ട് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ഏറ്റവും പ്രധാന പോയിന്റ്, നിങ്ങൾ ഇതുവരെ കേൾക്കാതിരുന്ന ഒരു ആശയം, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നു ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? യെസ്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇസ് ദി കറണ്ട് വിച്ച് എക്സിസ്റ്റ് ഇൻ എ റീജിയൻ ഇൻ വിച്ച് ദി ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. ഇനി നോക്കൂ, എന്തായിരുന്നു ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ പ്രധാന സവിശേഷതകൾ? ഒന്ന്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് എ കറണ്ട് ഓൺലി ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു epsilon 0 times the rate of change of electric flux associated with it. ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന ആശയം കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഫിഗർ 8.6 ഷോസ് എ കപ്പാസിറ്റർ മെയ്ഡ് ഓഫ് 2 circular plates, each of radius 12 cm and separated by 5 cm. The capacitor is being charged by external source not shown in the figure. The charging current is a constant and equal to 0.15 ampere. A. Calculate the capacitance and the rate of change of potential difference between the plates. B. Obtain the displacement current across the plates. C. Is Kirchhoff's first rule or junction rule valid at each plate of the capacitor? Explain. ശരി, ഈ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ശ്രദ്ധിക്കൂ. കാൽക്കുലേറ്റ് ദി കപ്പാസിറ്റൻസ് ആൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. അപ്പോൾ ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. അതുകൊണ്ട് സി ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. എ ഏരിയ ആണ്, അത് തന്നിട്ടില്ല. പകരം ഇതൊരു സർക്കുലർ പ്ലേറ്റ്സ് ആയതുകൊണ്ട് എ സി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. സോ സി ഈക്വൽ ടു എപ്സിലോൺ 0 പൈ ആർ സ്ക്വയർ ബൈ ഡി എന്നെഴുതാം. ഇനി എപ്സിലോൺ 0യുടെ വാല്യൂ നിങ്ങൾക്കറിയാം, 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ ⁻⁻1 മീറ്റർ ⁻². ഹിയർ ആർ തന്നിട്ടുണ്ട്, റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്. അതിന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റുമ്പം 0.12 മീറ്റർ. അതുപോലെ ഡി 5 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 0.05 മീറ്റർ. ഇനി നമ്മൾ ആ സിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 8.0068 ഇൻറ്റു 10⁻⁻12 ഫാരഡ് എന്ന് ലഭിക്കും. അത് അപ്രോക്സിമേറ്റ്ലി 8 പീക്കോ ഫാരഡ് എന്നെഴുതാം. ഇനി ഇതേ എ പാർട്ടിൻ്റെ അടുത്ത സെക്ഷൻ നോക്കാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഇത് ഫോർ ക്യൂ ഈക്വൽ ടു സി വി ആണ്. ഇനി അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി. എന്താണ് ഡി ക്യൂ ബൈ ഡി ടി? കറണ്ട്.
ദറ്റ് ഈസ് I is equal to C dV by dt. അതായത് the rate of change of potential difference dV by dt is equal to I by C. I is given, that is 0.15 ampere. C നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 8 × 10⁻⁻12 farad. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, you will get 1.87 × 10⁻10 volt per second. ഇനി ഇതിൻ്റെ ബി പാർട്ട്, ഒബ്റ്റെയിൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അക്രോസ് ദി പ്ലേറ്റ്സ്. കണ്ടക്ഷൻ കറണ്ടിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? അതായത് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്, പുറത്ത് കണ്ടക്ഷൻ കറണ്ടാണ്. കണ്ടക്ഷൻ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.15 ആംപിയർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും 0.15 ആംപിയർ തന്നെയാണ്. ഇനി സി പാർട്ട്, ഈസ് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ, ജംഗ്ഷൻ റൂൾ, വാലിഡ് അറ്റ് ഈച്ച് പ്ലേറ്റ് ഓഫ് ദി കപ്പാസിറ്റർ. എക്സ്പ്ലെയിൻ. ഫസ്റ്റ് കപ്പാസിറ്റർ പ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലേറ്റിലേക്ക് വരുന്ന കറണ്ട്, കണ്ടക്ഷൻ കറണ്ട്, അത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ പ്ലേറ്റിൽ നിന്നും കപ്പാസിറ്ററിനുള്ളിലൂടെ പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അത് നെഗറ്റീവാണ്. രണ്ടിൻ്റെയും ന്യൂമറിക്കൽ വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ രണ്ട് കറണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 ആണ് ലഭിക്കുന്നത്. സോ ദി ആൾജിബ്രിക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് ദിസ് പോയിന്റ് ഇസ് 0. സോ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ഈസ് വാലിഡ് ഹിയർ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന ആശയം മാക്സ്വെൽ എങ്ങനെയാണ് വിശദീകരിച്ചത്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മറ്റു വേവ്സുകളെ അപേക്ഷിച്ച് എന്തെല്ലാം സവിശേഷതകളാണുള്ളത്? ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കാം. നന്ദി.